സ്വാഗതം തീർത്ഥയാത്രയിലേക്ക്. ഇന്നത്തെ നമ്മുടെ തീർത്ഥയാത്ര എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബവേറിയയിലെ ബാംബർഗ് പട്ടണത്തിലെ കൗൾബർഗ് കുന്നിലുള്ള കർമ്മലീത്ത ആശ്രമത്തിന് അടുത്ത് ഏകദേശം 4 നൂറ്റാണ്ടിലധികം കർമ്മലീത്ത വൈദികർ ആത്മീയ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള ഓബറഫറയിലേക്കാണ്. ഈ പള്ളിയിൽ പരിശുദ്ധ അമ്മയുടെ ഒത്തിരിയേറെ ചിത്രങ്ങളും രൂപങ്ങളും ഓരോ വശങ്ങളിലും മേൽക്കൂരകളിലും എല്ലാം ആയി ചിത്രീകരിച്ചിട്ടുണ്ട്. സ്വാഗതം. പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള ദേവാലയമായതിനാൽ ഈ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ 1998 പുറത്തിറങ്ങിയ ദിവ്യ സ്നേഹാമൃതം എന്ന കാസറ്റിൽ ഞാൻ എഴുതിയ ഒരു മാതാവിൻ്റെ ഗാനത്തോടു കൂടി ആരംഭിക്കട്ടെ. അമ്മേ അമലേ കന്യാംബേ, 1000 നക്ഷത്രശോഭിതയേ, കാർമലിൻ സൂനമേ സ്നേഹനാഥേ, കാത്തുകൊള്ളേണമേ ഞങ്ങളെ നീ. അമ്മേ അമലേ കന്യാംബേ, 1000 നക്ഷത്രശോഭിതയേ, കാർമലിൻ സൂനമേ സ്നേഹനാഥേ, കാത്തുകൊള്ളേണമേ ഞങ്ങളെ നീ. അമ്മേ അമലേ കന്യാംബേ, 1000 നക്ഷത്രശോഭിതയേ. കുരിശിൻ ചുവട്ടിൽ കണ്ണുനീർ തൂകി ഞങ്ങൾക്കായി നീ കേണതില്ലേ. കുരിശിൻ ചുവട്ടിൽ കണ്ണുനീർ തൂകി ഞങ്ങൾക്കായി നീ കേണതില്ലേ. അമ്മേ നിൻ മക്കൾ ഇന്നിതാ നിൻ തൃപ്പാതെ വന്നിതാ
അമ്മേ അമലേ കന്യാമ്പേ ആയിരം നക്ഷത്ര ശോഭിതയേ കണ്ണീരും കഥനവുമായി ഞങ്ങൾ അമ്മേ നിൻ പക്കൽ വന്നിടുമ്പോൾ കണ്ണീരും കഥനവുമായി ഞങ്ങൾ അമ്മേ നിൻ പക്കൽ വന്നിടുമ്പോൾ കരയുന്ന മക്കൾ തൻ രോദനങ്ങൾ തള്ളരുതമ്മേ നീ എന്നാളും കരയുന്ന മക്കൾ തൻ രോദനങ്ങൾ തള്ളരുതമ്മേ നീ എന്നാളും അമ്മേ അമലേ കന്യാമ്പേ ആയിരം നക്ഷത്ര ശോഭിതയേ കാർമലിൻ സൂനമേ സ്നേഹനാഥേ കാത്തുകൊള്ളേണമേ ഞങ്ങളെ നീ അമ്മേ അമലേ കന്യാമ്പേ ആയിരം നക്ഷത്ര ശോഭിതയേ പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള ഈ ഓബ്രെ ഫാറെ അപ്പർ പാരിഷ് ബാംബർഗിലെ ഒരു ഗോത്തിക് മാതൃകയിലുള്ള കത്തോലിക്ക ഇടവക ദേവാലയമാണ്. മാക്സിം പ്ലാറ്റ്സിലുണ്ടായിരുന്ന താഴെ പള്ളി അല്ലെങ്കിൽ ലോവർ പാരീഷിന്റെ കാരണത്താലാണ് ഈ പള്ളിക്ക് അപ്പർ പാരീഷ് അല്ലെങ്കിൽ ഓബ്രെ ഫാറെ എന്ന പേര് ലഭിക്കാൻ കാരണം. ഈ പള്ളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രധാന അൾത്താരയാണ്. ഉണ്ണിയേശുവിനെ കയ്യിൽ പിടിച്ചിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ അത്ഭുത രൂപവും ഉണ്ണിയേശുവിൻ്റെ കയ്യിൽ ഒരു കിളിയുമുണ്ട്. അടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഉണ്ണിയേശുവിൻ്റെ കയ്യിലൊരു കിളി പിടിച്ചിരിക്കുന്ന ഒരു അത്ഭുത രൂപമാണിത്. അതോടൊപ്പം തന്നെ ടിൻടൊറേറ്റോ എന്നറിയപ്പെടുന്ന ജാക്കോപ്പോ റോബുഷ് വരച്ച പ്രസിദ്ധമായ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ ചിത്രവും ആണ് ഇവിടുത്തെ ഈ പള്ളിയുടെ പ്രധാനപ്പെട്ട അത്ഭുതങ്ങളിൽ ഒന്നായ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപവും അതോടൊപ്പമുള്ള ഈ ചിത്രവും. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൻ്റെ പല ഭാഗങ്ങളടങ്ങിയ രൂപങ്ങളും ചിത്രങ്ങളും നമുക്ക് കാണാൻ കഴിയും. സന്തോഷത്തിൻ്റെ രഹസ്യം പള്ളിയുടെ മേൽഭാഗത്ത് ചിത്രീകരിച്ചിട്ടുണ്ട്. 1304 ഈ പള്ളി കത്തീഡ്രൽ ചാപ്റ്ററിൻ്റെ ഭാഗമായിരുന്നു. വളരെയേറെ ചർച്ചകൾക്ക് ശേഷമാണ് 1401 ഇത് വീണ്ടും ഓബ്രെ ഫാറെ ആയി പ്രവർത്തിക്കാൻ തുടങ്ങിയത്. 1606-607 കാലഘട്ടത്തിലാണ് പള്ളി വ്യാപകമായി നന്നാക്കാൻ ഇടയായത്. 1608 ഒരു സ്കാഫോൾഡ് തകർന്ന് ഒരു കരകൗശല വിദഗ്ധൻ മരണമടഞ്ഞുകയും 3 പേർക്ക് ഗുരുതരമായ പരുക്കും ഏൽക്കുകയും ചെയ്തു. ഡോം കുസ്റ്റോസ് ആയിരുന്ന ജോഹാൻ ഫിലിപ്പ് ഫോൺ ഫ്രാങ്കൻസ്റ്റൈൻ അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരമാണ് ഇത് ബറോക്ക് മാതൃകയിൽ പണിയപ്പെട്ടത്. മതേതരവൽക്കരണത്തിന് ശേഷം 1811 പള്ളിക്ക് വെള്ളനിറം പൂശുകയുണ്ടായി. ഫ്രാൻസിസ്കൻ സഭയുടെ പള്ളിയായിരുന്ന സെന്റ് അന്ന പള്ളി പൊളിച്ചപ്പോൾ അവിടെ നിന്നുള്ള പല രൂപങ്ങളും ഈ പള്ളിയിലേക്ക് കൊണ്ടുവന്നു. വീണ്ടും 1864 സമഗ്രമായിട്ടുള്ള ഒരു ഇൻറ്റീരിയർ നവീകരണം നടത്തി. ഈ പള്ളി പല പ്രാവശ്യം നവീകരിക്കുവാൻ ഇടയായിട്ടുണ്ട്.
1880 നിക്ലൗസ് ഐഹോൺ സ്റ്റാഡ് ഫാററായിട്ട് സിറ്റിയുടെ വികാരിയായിട്ട് ഇരുന്ന സമയത്താണ് ഇതിൻ്റെ മധ്യഭാഗം വളരെ ഗുരുതരമായ അപകട നിലയിലായിരുന്നു. അങ്ങനെ വിയന്നയിലെ നിർമ്മാതാവായ ഫീഡ്രിക് ഫോൺ ഷ്മിറ്റുമായി കോൺട്രാക്റ്റ് എടുത്ത് ന്യൂ ഗോത്തിക് സ്റ്റൈലിൽ ടവർ രൂപകൽപ്പന ചെയ്യപ്പെട്ടു. 1907 ഡിസംബർ 2 ഐഹോൺ മരിച്ചപ്പോൾ ഈ വിപുലീകരണ പദ്ധതികൾ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. 1937-38 വീണ്ടും വിപുലമായ സുരക്ഷാ പ്രവർത്തനങ്ങൾ നടത്തേണ്ടി വന്നു ഈ പള്ളിക്കകത്ത്. രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് ഒരു വ്യോമാക്രമണം ടവറിൽ പതിക്കുകയും കേടുപാടുകൾ 1953 നന്നാക്കുകയും ചെയ്തു. 1971 വീണ്ടും നവീകരണ പ്രവർത്തനം ആരംഭിച്ചു. 1973-1979 വരെ ഇൻറ്റീരിയറിൽ ഒത്തിരിയേറെ നവീകരണം സംഭവിച്ചു. അവസാനമായിട്ടുള്ള നവീകരണം നടത്തിയത് 2011 മുതൽ 2014 വരെയുള്ള നിർമ്മാണ കാലഘട്ടങ്ങളിലാണ്. പള്ളി വീണ്ടും പൂർണ്ണമായും നവീകരിച്ച് ഇപ്പോഴത്തെ നിലവിലായി. ഏറ്റവും അറിയപ്പെടുന്ന ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് ഓഗസ്റ്റ് മാസം 15 പരിശുദ്ധ അമ്മയുടെ തിരുനാളിൻ്റെ ആ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മ മനോഹരമായ അലങ്കാര ഡ്രസ്സുകളോടുകൂടി അമ്മയെ എഴുന്നള്ളിച്ച് താഴെപ്പള്ളിയിലെ പിയത്തയുടെ മാതൃകയിലുള്ള സെൻറ്റ് മാർട്ടിനിലെ പള്ളിയിലെ കൊണ്ടുവരികയും രണ്ട് മാതാക്കളും ഒരുമിച്ച് കണ്ടുമുട്ടുകയും ചെയ്യുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രദക്ഷിണമുണ്ട്. ഈ പള്ളിയുടെ കാലഘട്ടത്തിൽ 2 പ്രാവശ്യം അത് നടക്കാതെ പോവുകയും ആ 2 പ്രാവശ്യവും ലോകമഹായുദ്ധം സംഭവിക്കുകയും ചെയ്തു എന്നുള്ളതിനാൽ ഈ പ്രദക്ഷിണം മാതാക്കളും തമ്മിലുള്ള കണ്ടുമുട്ടൽ പാരമ്പര്യമായിട്ട് വളരെയേറെ പ്രസിദ്ധിയാർന്നതും വിശ്വാസികൾക്ക് ഏറ്റവും അത്യുത്തമമായിട്ടുള്ള ഒരു കാര്യവുമാണ്. പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം, അമ്മയോടൊപ്പം ജീവിതയാത്രയിൽ നടക്കുവാൻ വേണ്ടി. 2008 ഞാൻ എഴുതിയ ഒരു ഇംഗ്ലീഷ് പാട്ടാണ് ഓ മേരി മാ. നമുക്കത് ഭക്തിപൂർവം ശ്രവിക്കാം. Mother of God, Mother
പള്ളിയുടെ വടക്ക് ഭാഗത്തായി തുറന്ന മണ്ഡപത്തോടു കൂടിയ ബ്രൗട്ട് പോർട്ടാൽ എന്ന് പറയുന്ന വധുവിൻ്റെ പ്രവേശന കവാടം നിങ്ങൾ കണ്ടു കഴിഞ്ഞു കാണും. വിഡ്ഢികളും ബുദ്ധിമതികളുമായ 10 കന്യകമാരുടെ ശില്പങ്ങൾ ഇരുവശങ്ങളിലുമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ കിരീടധാരണം വാതിലിൻ്റെ മുകളിലുമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു. ആദ്യകാലത്തെ പ്രധാന കവാടമായിരുന്നു ഇത്. ആദ്യകാലത്ത് കത്തോലിക്ക സഭയുടെ വിവാഹ ചടങ്ങിൽ കവാടത്തിന് പുറത്തു വച്ചായിരുന്നു വിവാഹ കർമ്മങ്ങൾ ആരംഭിച്ചിരുന്നത്. പുരോഹിതൻ ആശീർവദിച്ച മോതിരം പരസ്പരം കൈമാറി വധൂവരന്മാര് മോതിരമിട്ടതിന് ശേഷം ആഘോഷമായി പള്ളിയിൽ പ്രവേശിച്ച് വിവാഹ കർമ്മങ്ങൾ തുടങ്ങിയിരുന്നു. ഇതിൻ്റെ ഒരു പ്രധാന ഓർമ്മപ്പെടുത്തലാണ് ഈ ബ്രൗട്ട് പോർട്ടാൽ അല്ലെങ്കിൽ വധുവിൻ്റെ പ്രവേശന കവാടം സൂചിപ്പിക്കുക. പാരമ്പര്യത്തിൻ്റെ ഒരു കവാടമാണിത്. ഈ പള്ളിയുടെ മേൽക്കൂരയിൽ 19-ാം നൂറ്റാണ്ടിൽ 1886-87 കാലഘട്ടത്തിൽ അഡോൾഫ് റീഡ് ഹാമറിൻ്റെ ചിത്രങ്ങൾ മനോഹരമായിട്ട് കാണാൻ കഴിയും. മംഗളവാർത്ത, മറിയത്തിൻ്റെ സന്ദർശനം, ഇടയന്മാരുടെ ആരാധന, യേശുവിൻ്റെ ജനനം, ക്ഷേത്രത്തിലെ 12 വയസ്സുള്ള യേശു എന്നിവയൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നുണ്ട്. 1934-35 കാലഘട്ടങ്ങളിൽ പല പടങ്ങളും നശിച്ചു പോയതിനാൽ ഹാൻസ് ബയർലൈൻ പുതിയതായിട്ട് ഇത് ചിത്രീകരിക്കുകയും ചെയ്തു. മധ്യ ഇടനാഴികളിൽ ഇടതുവശത്തും വലതുവശത്തുമായി അപ്പസ്തോലന്മാരുടെ പൂർണ്ണകായ രൂപങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പ്രസംഗപീഠത്തിൻ്റെ എതിരായി, കാൻസലിൻ്റെ എതിരായി രക്ഷകനായ യേശുവിൻ്റെ പൂർണ്ണകായ രൂപവും നമുക്ക് ഈ നിരയിൽപ്പെടുന്നുണ്ട്. 1480 ഉൾറിക് വീറ്റ്മാൻ രൂപകൽപ്പന ചെയ്തവയാണിവ. പ്രധാന അൾത്താരയുടെ ഭാഗം 1711 ഫ്യൂറിസ്റ്റ് ബിഷപ്പായിരുന്ന ലോത്ഹാർ ഫ്രാൻസ് ഫോൺ ഷോൺബോണിൻ്റെ കാലത്ത് അന്നത്തെ കർമ്മലിത്ത സഹോദരനായിരുന്ന ലെയോപോൾഡിൻ്റെ വളരെയേറെ പങ്കാളിത്തത്തോടു കൂടി രൂപകൽപ്പന ചെയ്തതാണ്. വാൽനട്ട് മരത്തിൽ കൊത്തിയെടുത്ത പരിശുദ്ധ അമ്മയുടെയും ഉണ്ണിയേശുവിൻ്റെയും തിരുസ്വരൂപം 1250 കൊളോണിലെ ഒരു നിർമ്മാണ കമ്പനി രൂപകൽപ്പന ചെയ്തതാണ്. വടക്കൻ ഇടനാഴിയിലെ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നിന്നുള്ള ചിത്രങ്ങൾ ഫ്രാൻസിസ്കൻ പള്ളിയായിരുന്ന സെന്റ് അന്ന പള്ളിയിൽ നിന്ന് കൊണ്ടുവന്നതാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. വശത്തെ പ്രവേശന കവാടത്തിന് മുകളിൽ 1770 കാലഘട്ടത്തിൽ ചിത്രകാരനായ ജോഹാൻ നിക്കോളാസ് ട്രോയ് വരച്ച പ്രോഡിഗൽ സണ്ണിൻ്റെ ഹോം കമ്മിങ് പെയിന്റിങ് കാണാൻ പറ്റും. ഈ പള്ളിയിൽ 13 ബലിപീഠങ്ങൾ ഉണ്ട്. സെന്റ് കുണികുണ്ടയുടെ ബലിപീഠം ആദ്യത്തെ സങ്കീർത്തനയുടെ പ്രവേശന കവാടമായിരുന്നു. 1838 ഇത് പൊളിച്ചു മാറ്റി അത് പ്രത്യേകമായിട്ട് വേറൊരു സെന്റ് കുണികുണ്ടയുടെ ഹൈൻറിക്കിൻ്റെയും സ്റ്റാച്യു വേറെ സ്ഥലത്തേക്ക് മാറ്റി. ഒത്തിരിയേറെ മനോഹരങ്ങളായ അൾത്താരകൾ ഈ പള്ളിയിൽ കാണുവാൻ കഴിയും. കാവൽ മാലാഖയുടെ അൾത്താര, വിശുദ്ധ ജോൺ നെപ്പോമുക്കിൻ്റെ അൾത്താര, ഫ്രാൻസിസ് സേവിയറും റോച്ചസും വിശുദ്ധരുടെ രൂപങ്ങൾ, സെന്റ് വെന്റലിൻ്റെ രൂപം, ക്രിസ്തുവിൻ്റെ ശവസംസ്കാരം പൂർണ്ണമായിട്ടുള്ള പ്ലാസ്റ്റിക് ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന വളരെ പഴക്കം ചെന്ന മനോഹരമായിട്ടുള്ള ഒരു ക്രിസ്തുവിൻ്റെ മരണ ചിത്രീകരണം നമുക്ക് കാണാൻ പറ്റും. 3 നിലകളിലായിട്ട് ഓരോന്നിലും 3 രൂപങ്ങൾ, മധ്യഭാഗത്ത് അവസാനം സിംഹാസനസ്ഥനായ ക്രിസ്തുവിനോടൊപ്പമുള്ള അവസാന ന്യായവിധിയുടെ ചിത്രീകരണം. വളരെ മനോഹരമായിട്ടുള്ള ഒരു ചിത്രീകരണമാണ്. വിശുദ്ധ അന്നയുടെ ബലിപീഠം കാണാൻ പറ്റും. വിശുദ്ധ അമ്മയുടെ ജന്നത്തിൻ്റെ ചിത്രീകരണം നമുക്ക് കാണാൻ പറ്റും. വിശുദ്ധ യൗസപിതാവിൻ്റെ അൾത്താരയുണ്ട്. വിശുദ്ധ ഫിലോമിനയുടെ രൂപമുണ്ട് അവിടെ. സെന്റ് സെബാസ്റ്റ്യൻ്റെ അൾത്താരയുണ്ട്. വിശുദ്ധ കജേട്ടാൻ്റെ നാമത്തിലുള്ള റൊക്കോക്കോ മോഡലിലുള്ള ഒരു അൾത്താര അവിടെയുണ്ട്.
പരിശുദ്ധ അമ്മ ഉണ്ണിയേശുവിനെ പുരോഹിതനായ ഖജേട്ടൻ്റെ കയ്യിൽ വെച്ചു കൊടുക്കുന്നു. വശങ്ങളിൽ ജോൺ നെപ്പമുക്കും ബോനിഫാസിയസും ഉള്ള ആൾത്താരയാണ് ഈ ആൾത്താര. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ബലിപീഠത്തോടൊപ്പം വിശുദ്ധ ഖാദറിൻ്റെയും വിശുദ്ധ ബാർബറയുടെയും രൂപങ്ങൾ ഇരുവശങ്ങളിലുമായിട്ട് നമുക്ക് കാണാൻ പറ്റും. 1700 കാലഘട്ടത്തിലെ വിശുദ്ധ ഗീവറീസിൻ്റെ രൂപം ജൊഹാൻ സെബാസ്റ്റ്യൻ ഡേഗ്ലർ നിർമ്മിച്ചതാണ്. വളരെ മനോഹരമായിട്ടുള്ള അൾത്താരകളും പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നിന്നുള്ള പല ചിത്രങ്ങളും ഈ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയും. നമുക്ക് ഈ യാത്ര പരിശുദ്ധ അമ്മയോടൊപ്പം ആയിരിക്കാം. നമുക്ക് ദൈവത്തിലേക്ക് എത്താനുള്ള ഒരു വലിയ മധ്യസ്ഥമായിട്ടുള്ള വാതിൽപ്പടി തന്നെയാണ് പരിശുദ്ധ അമ്മ. ആ അമ്മയുടെ ജീവിതത്തിലൂടൊപ്പം ചേർന്നുകൊണ്ട് അമ്മ പറഞ്ഞതുപോലെ ഇതാ കർത്താവിൻ്റെ ദാസി ദാസൻ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ ഇഷ്ടം പൂർത്തിയാക്കിക്കൊണ്ട് ജീവിക്കുമ്പോഴാണ് നമ്മുടെ തീർത്ഥയാത്രയിൽ ഒരു പൂർത്തീകരണം ഉണ്ടാകുക. അമ്മയോട് കൂടിയുള്ള ഒരു യാത്ര, അമ്മയുടെ കൂടെ ദൈവത്തിൻ്റെ അടുത്തായിരിക്കാനുള്ള വളരെ സൗഭാഗ്യപൂർണമായിട്ടുള്ള സ്വർഗീയ അനുഭൂതി ഓരോ ദേവാലയത്തിൽ ചെല്ലുമ്പോഴും നമുക്ക് ലഭിക്കും. നമ്മുടെ ഈ തീർത്ഥയാത്രയിൽ പരിശുദ്ധ അമ്മ നമുക്ക് കൂട്ടായിരിക്കട്ടെ. അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം, തീർത്ഥയാത്രയിൽ ദൈവത്തെ കണ്ടെത്തുന്നത് വരെ അമ്മേ ഞങ്ങൾക്കും കൂട്ടായിരിക്കണമേ എന്ന്.
പരിശുദ്ധ അമ്മയോടൊപ്പമുള്ള നമ്മുടെ ജീവിതം എപ്പോഴും അനുഗ്രഹ സമ്പൂർണമായിരിക്കും. പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം സർവ്വതും ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്നും സന്തോഷപൂർവം സ്വീകരിച്ചുകൊണ്ട് പരാതികളില്ലാതെ പരിഭ്രമമില്ലാതെ ദൈവിക ഇഷ്ടം പൂർത്തിയാക്കിക്കൊണ്ട് ഇത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്, അതെന്നിൽ പ്രാവർത്തികമാകട്ടെ എന്നുള്ള സമ്പൂർണമായ ബോധ്യത്തോടെയുള്ള ഒരു ജീവിതമാണ് പരിശുദ്ധ അമ്മയോടൊപ്പമുള്ള ഒരു ജീവിതം. പരിശുദ്ധ അമ്മ നമ്മെ നയിക്കുന്നത് തൻ്റെ തിരുക്കുമാരൻ്റെ പക്കലേക്കാണ്. അമ്മ എപ്പോഴും പറയുന്നത് അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന് മാത്രം. അമ്മയോടൊപ്പം ദൈവത്തിങ്കലേക്ക് അടുക്കാനുള്ള വഴി. നമ്മുടെ കൂടെ അമ്മയുടെ സാന്നിധ്യമുണ്ട് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ആശ്വാസദായകമാണ്. അമ്മയില്ലാത്ത അവസ്ഥ അറിയുന്ന കുട്ടികൾക്കറിയാം അമ്മയുടെ സ്നേഹത്തിൻ്റെ ആഴവും അമ്മയുടെ സ്നേഹത്തിൻ്റെ ദൈർഘ്യവും. രാവും പകലും കൂട്ടായിരുന്ന് കൂടെയിരുന്ന് കരുതലോടെ കാവലോടെ തൻ്റെ ആവശ്യങ്ങളെക്കാളും അധികം തൻ്റെ മക്കളുടെ ആവശ്യം അറിഞ്ഞ് പ്രവർത്തിക്കുന്ന അമ്മയുടെ സ്നേഹം, ആ സ്നേഹമാണ് പരിശുദ്ധ അമ്മയോടൊപ്പം നമ്മുടെ യാത്രയിൽ നമ്മളും അനുഭവിക്കുക. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ തൻ്റെ അമ്മയെ ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത വ്യക്തിത്വമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അവസാന നിമിഷങ്ങളിൽ ലോകത്തെ രക്ഷിക്കുവാൻ വേണ്ടി കുരിശിൽ കിടന്ന് അവസാന ശ്വാസവും ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി സമർപ്പിക്കുന്നതിന് മുമ്പായി ക്രിസ്തുനാഥൻ നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് പരിശുദ്ധ അമ്മ. വിശുദ്ധ യോഹന്നാനെ നോക്കിക്കൊണ്ട് ഈശോ പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അമ്മയെ നോക്കിക്കൊണ്ട് ഈശോ പറഞ്ഞു, ഇതാ നിന്റെ മകൻ. ആ നിമിഷം മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു എന്ന് തിരുവചനം പറയുന്നു. ദൈവത്തിൻ്റെ അമ്മയെ, തിരുക്കുമാരൻ്റെ അമ്മയെ, ദൈവത്തിൻ്റെ മണവാട്ടിയെ, ദൈവത്തിൻ്റെ മകളെ സ്വന്തം അമ്മയായി നമ്മുടെ കൂടെ സ്വീകരിക്കുവാൻ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രവർത്തന മണ്ഡലത്തിൽ, നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ സ്വീകരിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ ആത്മാവിൻ്റെ അഭിഷേകം നമുക്കെന്നും ആസ്വദിക്കുവാൻ കഴിയും. പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം പരിശുദ്ധ അമ്മയോടൊപ്പമുള്ള ജീവിതത്തിൽ നമുക്ക് 100 ഇരട്ടിയായി ലഭിക്കും. ലോകം വെച്ച് നീട്ടുന്ന സന്തോഷമല്ല നമ്മളെ ജീവിതത്തിൽ അർത്ഥപൂർണമുള്ള ഒരു ജീവിതമാക്കി മാറ്റുക. പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ് നമ്മുടെ ജീവിതത്തെ മാധുര്യമുള്ളതും മനോഹരവുമാക്കുന്നത്. ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദനകളും പ്രശ്നങ്ങളുമെല്ലാം പങ്കുവയ്ക്കുവാനും കൊണ്ടുപോയി കൊടുത്ത് അത് മനോഹരമാക്കി തീർക്കുവാനും പരിശുദ്ധ അമ്മയുടെ കരങ്ങൾക്ക് കഴിയും. ആ പരിശുദ്ധ അമ്മയോടൊപ്പം ദൈവത്തിങ്കിലേക്ക് നമുക്ക് നടക്കാം. ആ അമ്മയാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷവും സമാധാനവും നൽകുന്നത്. അമ്മ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. അമ്മയെ നമുക്ക് സ്നേഹിക്കാം. അമ്മ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ കുറവുകൾ നിറവുകളാക്കി ദൈവം മാറ്റും.
പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ എൻ്റെ ദൈവമേ, മറിയത്തിൻ്റെ അമലോത്ഭവ ഹൃദയത്തോടൊപ്പം ക്രിസ്തുവിൻ്റെ വിലയേറിയ തിരുരക്തം സകല അൾത്താരകളിൽ നിന്നും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അതോടൊപ്പം ഇന്നത്തെ എൻ്റെ എല്ലാ സകല വികാരങ്ങളെയും വിചാരങ്ങളെയും വാക്കുകളെയും പ്രവൃത്തികളെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഓ എൻ്റെ ഈശോയെ, ഇന്ന് ഞാൻ നേടുവാൻ ആഗ്രഹിക്കുന്നതും എനിക്ക് സാധിക്കുന്നതുമായ സുഹൃതങ്ങളെയും എന്നെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലൂടെ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ നിയോഗങ്ങൾക്ക് യോജിച്ചതാകട്ടെ. ഈശോയുടെ വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. കാർമലിലെ സുന്ദര കുസുമമേ, ഫലസമ്പൂർണമായ മുന്തിരി, സ്വർഗത്തിൻ്റെ അന്യാദൃശ്യവും നിർമ്മലയുമായ തേജസ്സേ, നിത്യ കന്യകയായിരുന്ന് ദൈവപുത്രന് ജന്മം നൽകിയവളെ, ഇന്നത്തെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിച്ച് രക്ഷിക്കണമേ. ഓ സമുദ്രതാരമേ, അങ്ങ് ഞങ്ങളുടെ അമ്മയാണെന്ന് കാണിച്ചു തരണമേ. ആമേൻ. തൻ്റെ അമ്മയായ മറിയത്തെ മനുഷ്യവർഗത്തിന് അമ്മയായി നൽകിയ മിശിഹായെ നമുക്ക് സ്തുതിക്കാം. പാപത്തിൻ്റെയും തിന്മയുടെയും മാലിന്യത്തിൽ നിന്നും സംരക്ഷിതയായ മറിയത്തിൻ്റെ മാധ്യസ്ഥ്യം എല്ലാ തിന്മകളിൽ നിന്നും നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കട്ടെ. നരകപിശാചിൻ്റെ തലയെ തകർത്ത മാതാവ് നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും നമ്മളുമായി ഏതെങ്കിലും വിധത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും ഈ ലോകത്തെയും എല്ലാ പൈശാചിക ശക്തികളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷിക്കട്ടെ. ഉണ്ണീശോയെ സംരക്ഷിച്ച അമ്മ നമ്മ ഓരോരുത്തരെയും എല്ലാ വിപത്തുകളിൽ നിന്നും, പ്രത്യേകമായി ഈ കൊറോണയുടെ വിപത്തിൽ നിന്നും സംരക്ഷണം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യവും നമ്മളെല്ലാവരോടും നമ്മളോടൊപ്പമുള്ളവരോടും കൂടി ആയിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.